सर केरला एकता का प्रतीक है। यहाँ पे कोई धर्म नहीं है, सभी इंसानियत का धर्म है, इसलिए केरला सबसे अच्छा है, इसीलिए हम लोग पसंद किया है। जो इसने बोला वही। अभी क्या करोगे? केरला ही रहेगा और हाँ केरला ही रहेगा, बहुत ही अच्छा है। पापा आए थे साथ में, लेकिन मेरी शादी दूसरी जगह कर रहे थे तो मैंने मना कर दिया। अभी केरला किधर रहने वाले हैं? अभी वो देखेगा, डिसाइड करेगा, जहाँ मोनालिसा को अच्छा लगेगा उधर रहेंगे। मैं भी एक्टर हूँ, मैं भी। हाँ वो एक फिल्म आने वाला है अभी मलयालम में, उसकी प्लानिंग में शूटिंग चल रही है उसका। मेरा अभी 2 मूवी आएगा। केरला में कुछ हाँ आया है, बात चल रही है। थैंक यू। थैंक यू सर। केरला मुझे अच्छा लगा, यहाँ के लोग बहुत ही अच्छे हैं, इसीलिए। दीदी आज आपका शादी हो चुका है, प्यार का रंग में भरा है आज, कैसा फील हो रहा है? अच्छा, बहुत अच्छा, बहुत अच्छा। यहाँ आकर शादी करने का डिसीजन कैसा लिया? नहीं, हम दोनों लव करते थे। इधर पर हम घूमने के लिए आए, इधर घूमने के लिए आए, क्योंकि हम यहाँ पे दोनों लव करते हैं, प्यार करते हैं एक दूसरे से। यहाँ पे हम घूमने के लिए आए, हमें ये मंदिर अच्छा लगा और यहाँ पे केरला के लोग बहुत अच्छे हैं, इसलिए हमने चूज किया कि हम यहाँ पे ही शादी करेंगे इसी मंदिर से। मोनालिसा की पिताजी अभी देखेंगे आगे क्या होता है। हाँ कोशिश करेंगे केरला में रहने की, क्योंकि केरला बहुत अच्छा है और यहाँ पे रहेंगे जी। हाँ आपके पिताजी ने जी नहीं, पिताजी थोड़ा अगेंस्ट थे शादी के, इसीलिए हम लोग इधर टेम्पल में शादी कर रहे हैं। क्या आपकी स्टेट इस तरह का अगर दूसरा स्टेट होता तो आपको कोई वगैरह कुछ मिलेगा? नहीं वैसे तो मुझे पता नहीं, लेकिन यहाँ पे मुझे लगा कि यहाँ पे अच्छा है करने के लिए शादी, यहाँ के लोग अच्छे हैं, मंदिर अच्छा है, यहाँ के लोग सपोर्ट बहुत ज्यादा करते हैं। सपोर्ट बहुत ज्यादा करते हैं। आप लोगों ने इतना प्यार दिखाया, सब कुछ किया, मुझे बहुत अच्छा लगा, दिल से आप सभी का धन्यवाद। ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. അന്ന് അദ്ദേഹം പറഞ്ഞത് നിരവധി മതങ്ങൾ ഉണ്ട് വ്യത്യസ്ത പേരുകളിൽ, പക്ഷേ എല്ലാ മതത്തിന്റെയും സത്ത ഒന്നാണ്, അത് മാനവീയതയാണ്, മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വമെന്ന മാനവീയതയിലൂന്നിയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാരമ്പര്യം യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് മഹാരാഷ്ട്രക്കാരനായ ഒരു ചെറുപ്പക്കാരനും മധ്യപ്രദേശുകാരിയായ ഒരു ചെറുപ്പക്കാരിയും, അവർ 2 മതവിശ്വാസമുള്ളവരാണ്. അവരിവിടെ എല്ലാ മതവിഭാഗങ്ങൾക്കും ഒത്തുചേരാൻ സൗകര്യമുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ച്, ശ്രീനാരായണ ഗുരു തന്നെ സ്ഥാപിച്ച ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അവർ കേരളത്തിലെത്തുകയും ഇവിടെ ഈ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയും ചെയ്തിട്ടുള്ളത്. എല്ലാ അർത്ഥത്തിലുള്ള ആശംസകളും ഞങ്ങൾ ഈ സന്ദർഭത്തിൽ അവർക്ക് നൽകുകയാണ്. കേരളത്തിന്റെ പാരമ്പര്യം ഇതാണ്, കേരള സ്റ്റോറി, റിയൽ കേരള സ്റ്റോറി ഇതാണെന്ന് നോർത്ത് ഇന്ത്യക്കാർക്ക് കൂടി മനസ്സിലാക്കാൻ കഴിയും. ആരെയും വെല്ലുവിളിക്കാനല്ല, ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ വളരെ
കൃത്യതയോടുകൂടി ഞങ്ങൾ പറയുകയാണ്, എല്ലാ മതത്തിലും അതെല്ലാം വിശ്വസിക്കുന്ന ആളുകൾ സത്യസന്ധമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ അതെല്ലാം ഉയർത്തിപ്പിടിക്കുന്നത് മാനവികതയും മാനവിക മൂല്യങ്ങളുമാണ്. യഥാർത്ഥ കേരള സ്റ്റോറിയാണ്. ജാതിയില്ലാതെ മതമില്ലാതെ പിന്നെ ഏത് മനുഷ്യനും വന്നു പോകാൻ കഴിയുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. ലോകത്തിന്റെ മുന്നിൽ കേരളം തലയുയർത്തി നിൽക്കുകയാണ്. പിന്നെ വർഗീയവാദികൾക്ക് സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ വൻ തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം, ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, യാത്ര ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ധൈര്യത്തോടുകൂടിയും പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വന്നു പോകാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. ഒരു പേടിയും വേണ്ട. അതേസമയത്ത് മറ്റ് പല സംസ്ഥാനങ്ങളും, ഗുജറാത്ത് അടക്കമുള്ള മറ്റ് UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ചെന്നാൽ എപ്പോഴാണ് അവന്റെ തല പോകുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതാണ് കേരള സ്റ്റോറി 1. ഇതാണ് കേരള സ്റ്റോറി 2. ആർക്കും വന്നാൽ വിശക്കുന്നവൻ ആഹാരം കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. പിന്നെ ഏത് നിലയിൽ ആക്രമണം നേരിട്ട് വന്നവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സംസ്ഥാനമാണ് ഇന്ന് കേരളം. ഇന്ന് നോക്ക്, വേറെ എവിടെയെങ്കിലും ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഒരു സംസ്ഥാനത്തെ ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഇങ്ങനെ നടക്കുന്ന ഒരു സംഭവത്തിന് വന്ന് പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞാൽ കേരളം ഇതാണെന്നാണ് കേരളം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്.